السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടെ പറയാനും അത് കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തൗഹീദ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കൽ എന്നാണ് സാമാന്യമായി അത്തൗഹീദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊക്കെ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഫ്റാദുല്ലാഹി ബിൽ ഖൽഖി വർ-റിസ്ഖി വത്-തദ്ബീരി വൽ-ഇഹ്യാഇ വൽ-ഇമാതതി വതദ്ബീരിൽ ഖലാഇഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കുകാരനുമില്ല. ജീവിപ്പിക്കുന്നതാകട്ടെ, മരിപ്പിക്കുന്നതാകട്ടെ, റിസ്ഖ് നൽകലാകട്ടെ, സൃഷ്ടികളെ നിയന്ത്രിക്കലാകട്ടെ, അങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിൽ ഒരു സൃഷ്ടിക്കും പങ്കാളിത്തമില്ല എന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശ്വസിക്കണം. മരിപ്പിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ വേറൊരാൾ അങ്ങനെയില്ല. ജീവിപ്പിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പങ്കാളി, അതുപോലെ തന്നെ ലോകത്തെ നിയന്ത്രിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പങ്കാളി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ അഫ്ആലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് വിശ്വസിക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസം അധിക ആളുകൾക്കും ഉണ്ട് എന്നതാണ്. എത്രത്തോളം എന്നാൽ മക്കയിലുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തിന് പോലും, അവർക്ക് പോലും ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലൂടെ പറയുന്നത് കാണാൻ സാധിക്കും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്. അവരോട് ചോദിച്ചാൽ, മുശ്രിക്കുകളായ ആളുകളോട് ചോദിച്ചാൽ, ബദറിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റുമുട്ടിയ, ഉഹദിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റുമുട്ടിയ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത പ്രഖ്യാപിച്ച, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ ജനിച്ച നാട്ടിൽ നിന്ന് ഹിജ്റ പോകാൻ കാരണക്കാരായ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശങ്ങളെ പടച്ചത് എന്ന വിശ്വാസമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വിശ്വാസമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത് എന്ന വിശ്വാസമുണ്ടായിരുന്നു. സൂറത്ത് യൂനുസിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ മൻ യർസുഖുകും قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون. അവരോട് ചോദിച്ചാൽ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ചോദിച്ചാൽ, ആരാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്, ആരാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്, ആരാണ് മരിപ്പിക്കുന്നത്, ആരാണ് കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നത്, അതിൻ്റെ ഉടമസ്ഥൻ ആരാണ്, ആരാണ് നിയന്ത്രിക്കുന്നവൻ എന്ന്
മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് ചോദിച്ചാൽ, സത്യനിഷേധികളായ ആ ആളുകളോട് ചോദിച്ചാൽ, ഫസയഖൂലൂൻ അവർ പറയും അല്ലാഹുവാണ് എന്ന് പറയുമെന്ന് സൂറത്ത് യൂനുസിന്റെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബദറിൽ പോരാടിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്ത മുശ്രിക്കുകൾക്ക് പോലും, ആ ബഹുദൈവ വിശ്വാസികൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് മുദബ്ബിർ നിയന്ത്രിക്കുന്നവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റസ്സാഖ് റിസ്ഖ് നൽകുന്നവൻ, അല്ലാഹു മാത്രമാണ് മരിപ്പിക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് ജീവിപ്പിക്കുന്നവൻ എന്നെല്ലാമുള്ള വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഏത് വിഷയത്തിലാണ് അവർക്ക് പിഴവ് പറ്റിയത്? തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ ഇനം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടച്ചത് എങ്കിൽ, അല്ലാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജീവിപ്പിക്കുന്നവനെങ്കിൽ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവനെങ്കിൽ എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ അംഗീകരിക്കേണ്ട കാര്യമാണ് ആ റബ്ബിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, ആ റബ്ബിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന വിശ്വാസം. അത് അംഗീകരിക്കാൻ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്നല്ല, മുഴുവൻ അമ്പിയാക്കളുടെയും പ്രബോധിത സമൂഹം വിസമ്മതിച്ചു എന്നുള്ളതാണ്. അവർ വിസമ്മതിച്ചു എന്നുള്ളതാണ്. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തത്, അതുപോലെ തന്നെ മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തത്, മുഴുവൻ അമ്പിയാക്കളും ദഅവത്ത് ചെയ്തത് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്ന, നിങ്ങളെ ജീവിപ്പിച്ച, നിങ്ങളെ മരിപ്പിക്കുന്ന റബ്ബിനു മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന വിഷയത്തിലാണ്. അമ്പിയാക്കളും അവരുടെ പ്രബോധിത സമൂഹവും തമ്മിലുള്ള തർക്കം, അഭിപ്രായ വ്യത്യാസം ഈ ഒരു വിഷയത്തിലായിരുന്നു. സൃഷ്ടിച്ച റബ്ബിന് മാത്രം ഇബാദത്ത് നൽകണം, സൃഷ്ടിച്ച റബ്ബിന് മാത്രം ഇബാദത്ത് നൽകണം എന്ന വിഷയത്തിലാണ് അമ്പിയാക്കളും അവരുടെ ഉമ്മത്തും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. അല്ലാഹു റബ്ബാണ് എന്ന വിഷയം, അല്ലാഹു റബ്ബാണ് എന്ന വിഷയം മഹാഭൂരിപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ പോലും, ശൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നത് കാണാൻ സാധിക്കും. ഫിർഔൻ അവകാശപ്പെട്ടു, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അവകാശപ്പെട്ടവനാണ് ഫിർഔൻ. ആ ഫിർഔൻ പോലും ലാഹിറായി പരസ്യമായി അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഉള്ളാൽ അവൻ അംഗീകരിക്കുന്ന കാര്യമാണ് താൻ റബ്ബല്ല എന്നുള്ളത്. അവന് പോലും ബോധ്യമുണ്ട് ഈ ലോകത്തിന് ഒരേ ഒരു റബ്ബ് മാത്രമേ ഉള്ളൂ, ഈ ലോകത്തെ പടച്ചവൻ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, ഈ ലോകത്തെ സൃഷ്ടികൾക്ക് റിസ്ഖ് നൽകുന്നവൻ, ഈ ലോകത്തെ സൃഷ്ടികളെ ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവനും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന ബോധ്യം, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔനിന് പോലും ആ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അധിക ആളുകളും, വളരെ കുറച്ചാളുകൾ മാത്രമാണ് അതിനെ നിഷേധിച്ചത്. അധിക ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഏകനാണ് എന്ന് വിശ്വസിച്ചവരാണ്. അധിക ആളുകളും അങ്ങനെ വിശ്വാസമുള്ളവരായിരുന്നു, അധിക ആളുകളും അങ്ങനെ വിശ്വാസമുള്ള ആളുകളായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് നൽകണമെന്ന വിഷയത്തിലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് നൽകണമെന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധിക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അധിക ആളുകളും വിശ്വസിക്കുന്നില്ല എന്നല്ല അല്ലാഹു പറയുന്നത്, അല്ലാഹുവിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകളാകട്ടെ, ബാക്കി അംബിയാഇന്റെ പ്രബോധിത സമൂഹമാകട്ടെ, അവരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അധിക ആളുകളും വിശ്വസിക്കുന്നവരാണ്.
വിശ്വസിക്കാത്തവരല്ല, വിശ്വസിക്കുന്നവരാണ്. ലോകത്തെ പടച്ചതും നിയന്ത്രിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അവർ ശിർക്ക് ചെയ്യുന്ന നിലയിലാണ് വിശ്വസിച്ചത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ വിഷയം വരുമ്പോൾ, ദുആഇന്റെ വിഷയം വരുമ്പോൾ, നേർച്ചയുടെ വിഷയം വരുമ്പോൾ അവർ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത മറ്റു സൃഷ്ടികൾക്ക്, അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, മലക്കുകൾക്ക്, ജിന്നുകൾക്ക്, ബിംബങ്ങൾക്ക്, അങ്ങനെ വേണ്ട വ്യത്യസ്ത സൃഷ്ടികൾക്ക് ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് അവർ വകവെച്ചു നൽകി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം പടച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ദാരിയാത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് പറയാണ്, മാ ഖാല ഇല്ലാ ലിയുഖിറു ബിഅന്നി അന റബ്ബ് ലിഅന്ന ഹാദാ മൗജൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും പടച്ചതിന്റെ ഉദ്ദേശം പറയാണ്. ഇബാദത്ത്, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല. ഷെയ്ഖ് ഫൗസാൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? ഇല്ലാ ലിയുഖിറു ബിഅന്നി അന റബ്ബ്, ഞാൻ മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ് ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും പടച്ചത് എന്നല്ല അല്ലാഹു പറഞ്ഞത്. കാരണം ലിഅന്ന ഹാദാ മൗജൂദ്, ആ കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അധിക ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖാലിഖ്, മാലിക്, മുദബ്ബിർ, സൃഷ്ടിച്ചവൻ, നിയന്ത്രിക്കുന്നവൻ, അതുപോലെ തന്നെ ഉടമസ്ഥൻ. ഈ ഒരു വിഷയം അധിക ആളുകളും വിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത് അധിക ആളുകൾക്കും അവർക്കുള്ള വിശ്വാസം അല്ലാഹു റബ്ബാണ് എന്ന വിശ്വാസം, അല്ലാഹുവാണ് പടച്ചവൻ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് നിയന്താവ് എന്ന വിശ്വാസം അധിക ആളുകൾക്കും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും നാം പടച്ചത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, മറ്റൊരായത്തിൽ പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅ്ബുദുല്ലാഹ്, അവരുടെ ദൗത്യം എന്താണ്? അല്ലാഹു പറയുന്നു, അവരുടെ ദൗത്യം എന്താണ്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് ത്വാഗൂത്ത്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന മറ്റു ഇലാഹുകളെ ഒഴിവാക്കണം. ഈ ഒരു ദൗത്യവുമായിട്ടാണ് എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ അയച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഷെയ്ഖ് ഫൗസാൻ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു ഉണ്ട്, അല്ലാഹു റബ്ബാണ്, ഖാലിഖായി അല്ലാഹു ഉണ്ട്, റാസിഖായി അല്ലാഹു ഉണ്ട് എന്നൊന്നും പറയാനല്ല അല്ലാഹു അയച്ചത്. കാരണം ലിഅന്ന ഹാദാ മൗജൂദ്, അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മുശ്രിക്കുകൾ മക്കയിൽ, ഞാൻ പറഞ്ഞല്ലോ, മക്കയിലുണ്ടായിരുന്ന അല്ലാഹുവിന്റെ റസൂലിനെ നാട് കടത്താൻ കാരണക്കാരായ, അല്ലാഹുവിന്റെ റസൂലിനോട് ബദറിലും ഉഹദിലും പോരാടിയ മഹാന്മാരായ സഹാബത്തിനെ പീഡിപ്പിച്ച, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിച്ച ആ മുശ്രിക്കുകൾക്ക് പോലും വിശ്വാസമുള്ള കാര്യമായിരുന്നു അല്ലാഹുവാണ് ഖാലിഖെന്നും മാലിക്കെന്നുമുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ മുർസലീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ദൗത്യം എന്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ത്വാഗൂത്തുകളെ ഒഴിവാക്കാനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഒരു ദൗത്യം തന്നെയാണ് നമുക്കും നിർവഹിക്കാനുള്ളത്. ഈ ഒരു ദൗത്യം, ഈ ഒരു വിഷയം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുകളെ ക്ഷണിക്കാനുള്ളത്. ആദ്യം പ്രഥമമായി ആളുകളെ ദഅവത്ത് ചെയ്യാനുള്ളത് ഈ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്ക്. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ
മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശ്വാസത്തെക്കുറിച്ച് എന്താണോ പറഞ്ഞത്, റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് എന്താണോ പറഞ്ഞത്, ആ ഒരു വിശ്വാസം പേറുന്നവരായി അധിക ആളുകളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ CM മടവൂരിൻ്റെ മഖബറയിലേക്ക് പോകുന്ന ആളുകൾ, അജ്മീറിലേക്ക് പോകുന്ന ആളുകൾ, ഏർവാടിയിലേക്ക് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇവിടുള്ള കൊന്താല ബാവയുടെ മഖബറയിലേക്ക് പോകുന്ന ആളുകൾ, പുതുപ്പള്ളി ഈരാറ്റുപേട്ടയിലെ പുതുപ്പള്ളിയിലുള്ള മഖബറയിലേക്ക് പോകുന്ന ആളുകൾ, അവരുടെയൊക്കെ വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചാൽ അവരാരും അള്ളാഹു മാത്രമാണ് ഖാലിഖ് എന്ന് അംഗീകരിക്കാത്തവരല്ല. അവർക്കെല്ലാവർക്കും അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് വിശ്വാസമുള്ളവരാണ്. അള്ളാഹു മാത്രമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസമുള്ള ആളുകളാണ്. ആരാണ് റിസ്ഖ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഈ കൊന്താലപ്പള്ളിയിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ ഏർവാടിയിലേക്ക് പോകുന്നവർക്കും ഒക്കെ പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നാണ്. മക്കയിലെ മുശ്രിക്കുകളും അത് അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ എവിടെയാണ് ഇവർക്കെല്ലാം പിഴച്ചത്? സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന വിഷയം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് എന്ന കാര്യം അംഗീകരിക്കാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിനെ ഖാലിഖായി അംഗീകരിച്ച്, അള്ളാഹുവിനെ മുദബ്ബിറായി അംഗീകരിച്ച്, അള്ളാഹു മാത്രമാണ് റിസ്ഖ് നൽകുന്നവൻ, ജീവിപ്പിക്കുന്നവനെല്ലാം എന്ന് അംഗീകരിച്ച് അതോടൊപ്പം ഇബാദത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നൽകുന്ന മുശ്രിക്കുകളായ ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഈ മുശ്രിക്കുകളായ ആളുകൾ അവർ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുമ്പോൾ അവർ അതിന് രണ്ട് ന്യായങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ ന്യായം, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഈ മഹാന്മാർ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടെയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ധാരണ എന്താണ്? ഞങ്ങൾ ധരിക്കുന്നതും വിശ്വസിക്കുന്നതും എന്താണ്? ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ഇബാദത്തുകൾ കുറഞ്ഞ ആളുകളാണ്. മഹാന്മാരായ ഈ മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരമാവധി അനുസരിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങളെ സൂക്ഷിച്ച് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ട് ഈ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസമാണ് മുശ്രിക്കുകളായ ആളുകൾ ഉണ്ടായിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അല്ലാഹു പറയുന്നു, വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. അല്ലാഹുവിന് പുറമെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും അവർ ഇബാദത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഖാലിഖായി അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിനും ഇബാദത്ത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അവർ അള്ളാഹുവിനോടും ദുആ ചെയ്തിട്ടുണ്ട്. അവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അവർ അള്ളാഹുവിന് വേണ്ടി പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ഒതുക്കിയില്ല. അവർ അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്തു. അള്ളാഹു അല്ലാത്തവർക്കും അവർ നേർച്ച കൊടുത്തു. അള്ളാഹു അല്ലാത്തവരോടും അവർ വിളിച്ചു തേടി. അള്ളാഹു അല്ലാത്തവരിലും അവർ പ്രതീക്ഷ വെച്ചു. അള്ളാഹു അല്ലാത്തവരോടും അവർ അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു. അള്ളാഹു അല്ലാത്തവരിലും അവർ തവക്കുൽ ചെയ്തു. ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ അവർ പറഞ്ഞിരുന്ന ന്യായം, വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ വിളിച്ചു തേടുന്ന ഈ അമ്പിയാക്കൾ, ഞങ്ങൾ നേർച്ച കൊടുക്കുന്ന ഈ ഔലിയാക്കൾ, ഞങ്ങളുടെ ആവലാദികൾ പറയുന്ന, ഞങ്ങൾ തവക്കുൽ ചെയ്യുന്ന ഈ മഹാന്മാർ
ഹൗലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ് എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് അവർ പറഞ്ഞിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. അതുപോലെ മറ്റൊരായത്തിൽ കാണാൻ സാധിക്കും, വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാഇനെ സ്വീകരിച്ച ആളുകൾ അവർ പറഞ്ഞിരുന്ന ന്യായം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ആളുകൾക്ക് ഇബാദത്ത് ചെയ്തത് എന്ന് ആ മുശ്രിക്കുകളായ ആളുകൾ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. നോക്കൂ, ഈ ആയത്തൊക്കെ നമ്മൾ ഓതുമ്പോൾ, ഈ ആയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നേർക്ക് നേരെ ഈ ആളുകളെ കുറിച്ച്, നമ്മുടെ നാട്ടിലുള്ള ഈ ആളുകളെ കുറിച്ച് മഖബറയിൽ പോയി തേടുന്ന, ഖുതുബിയ്യത്ത് നടത്തുന്ന, അതുപോലെ തന്നെ ഉറുക്കിലും മേലത്തിലുമൊക്കെ തവക്കുൽ ചെയ്യുന്ന ഈ ആളുകളുടെ വിഷയത്തിൽ അവതരിച്ചതാണോ, ഈ ആളുകളെ കുറിച്ച് നേർക്ക് നേരെ പറയുന്നതാണോ എന്ന് ചിന്തിക്കാവുന്ന രൂപത്തിലാണ് ഈ ആയത്തുകളുള്ളത്. സഹോദരങ്ങളെ, മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഈ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ അഖീദയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവരുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവർ മനസ്സിലാക്കി വെച്ച അവർ പറയുന്ന ന്യായങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ വ്യക്തമായി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊന്താല പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ, CM മടവൂരിന്റെ അടുക്കലേക്ക് പോകുന്ന ആളുകൾ, അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ചു തേടുന്ന ആളുകൾ, ഖുതുബിയ്യത്ത് നടത്തുന്ന ആളുകൾ, അവർക്കെല്ലാം പറയാനുള്ളത് ഇതേ ന്യായം തന്നെയാണ്. ആത്യന്തികമായി ഖാലിഖ്, സൃഷ്ടാവ് കൊന്താല ബാവയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സൃഷ്ടാവ് CM മടവൂരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സൃഷ്ടാവ് ഏർവാടിയിൽ കിടക്കുന്ന മഹാനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് ഈ ആളുകൾക്ക് ന്യായം പറയാനുള്ളത്. സഹോദരങ്ങളെ, ഈ ന്യായം മക്കയിലെ മുശ്രിക്കിന്റെ ന്യായമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തിയ, അള്ളാഹുവിന്റെ റസൂലിനോട് ബദറിൽ പോരാടിയ, അള്ളാഹുവിന്റെ റസൂൽ പട്ടിണി കിടക്കാൻ പലപ്പോഴും കാരണക്കാരായ മഹാന്മാരായ സ്വഹാബത്തിനെ പ്രയാസപ്പെടുത്തിയ മക്കയിലുള്ള മുശ്രിക്കുകളുടെ അതേ ന്യായം തന്നെയാണ് ഈ ആളുകൾക്കും പറയാനുള്ളത്. സഹോദരങ്ങളെ, നമ്മളിത് പറയുന്നത് ആരെങ്കിലെയും മുശ്രിക്കാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയല്ല, ആക്ഷേപിക്കുന്നതിന് വേണ്ടിയല്ല. സഹോദരങ്ങളെ, അവരുടെ വിശ്വാസം അതാണ്. ആ വിശ്വാസത്തിൽ നിന്നവർ പിന്മാറണം, ആ ഒരു ധാരണയിൽ നിന്നവർ പിന്മാറണം. നിത്യനരകത്തിലേക്ക് കടക്കുന്ന അവസ്ഥ ഈ ആളുകൾക്കുണ്ടാകരുത് എന്ന ബോധ്യത്തിലാണ്, എന്ന നസീഹത്തിലാണ്, ഗുണകാംക്ഷയിലാണ് നമ്മളിത് പറയുന്നത്. സഹോദരങ്ങളെ, നോക്കൂ സഹോദരങ്ങളെ, ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ഇനം ദുആ. ആ ദുആ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളിലേക്ക് തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുതുബിയ്യത്തിലൂടെ, മൗലിദിലൂടെ, അതുപോലെയുള്ള കർമ്മങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ പച്ചക്ക് വിളിച്ച് തേടുന്ന, ദുആ ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് വരികൾ നമുക്ക് കാണാൻ സാധിക്കും. നേർക്ക് നേരെ അല്ലേ? ഈ അടുത്ത് നടന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ആ വ്യക്തി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് തേടിയാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന് പ്രസംഗിച്ചു പോയി. അങ്ങനെ ഒരു വാക്യം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ നോക്കണം, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെയൊരു വാക്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സംഘടന, ഒരു മതസംഘടന എന്ന് പറയുന്നവർ, ഇസ്ലാമിന്റെ മൊത്തം കുത്തക ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളാണ് സുന്നികൾ, സുന്നത്തിന്റെ അവകാശികൾ ഞങ്ങളാണ്, ഞങ്ങളുടെ ഒപ്പം ചേർന്നില്ലെങ്കിൽ പരലോകത്ത് ശാശ്വതമായി പ്രശ്നങ്ങളാണ്, ഞങ്ങളുടെ സംഘടനയിൽ ചേരണം, ഇത് തന്നെയാണ് ഹഖ്, ഇത് തന്നെയാണ് ഇസ്ലാം എന്ന് ആവർത്തിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നവർ, എഴുതിക്കൊണ്ടിരിക്കുന്നവർ, ഇസ്ലാമിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലെ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം
ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് കത്തയക്കുകയാണ്. അവർ എടുത്തുദ്ധരിക്കുന്നുണ്ട് ഈ വാക്യം. എന്തിനാണ് ഇടയാളന്മാർ അള്ളാഹുവിനോട് മാത്രം തേടിയാൽ പോരെ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരെ എന്ന ഈ നേതാവിൻ്റെ പ്രസംഗമുണ്ടല്ലോ, അത് ഞങ്ങളുടെ ആശയത്തെ, ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്, ഞങ്ങളെ അപഹസിക്കുന്നതാണ്, ഞങ്ങളെ പരിഹസിക്കുന്നതാണ്. ഈ പ്രസംഗിച്ച വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന അർത്ഥത്തിൽ കത്തയച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് വിശ്വാസവും പേറിക്കൊണ്ടാണ്, എന്ത് വിശ്വാസമാണ് ഈ ആളുകൾ പേറി ജീവിക്കുന്നത്. നമുക്ക് സഹോദരങ്ങളെ, പലപ്പോഴും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പല തെറ്റായ കാര്യങ്ങളും നിലപാടായി സ്വീകരിച്ചു പോകാറുണ്ട്. പല വീഴ്ചകളും ഈ കക്ഷിക്ക് സംഭവിക്കാറുണ്ട്. പല സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ദീനി വിരുദ്ധമായ കാര്യങ്ങൾ പലപ്പോഴും ഈ ആളുകൾക്ക് സംഭവിച്ചു പോകാറുണ്ട്. അപ്പോഴൊന്നും ഒരു അക്ഷരം മിണ്ടാത്തവർ, അപ്പോഴൊന്നും അത് തെറ്റാണ്, പാടില്ല എന്നൊരക്ഷരം മിണ്ടാത്ത ആളുകൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹിതമായ ആദർശം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനം, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്താൽ പോരെ, ഇടയാളന്മാരുടെ ആവശ്യമില്ല എന്നൊരു വാക്യം പറഞ്ഞപ്പോൾ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എന്നൊരു വാക്യം പറഞ്ഞപ്പോൾ തടകുടഞ്ഞെഴുന്നേറ്റ് അതിൽ പ്രതിഷേധം രേഖപ്പെടുത്താണ്. ഈ ആളുകളുടെ ഇവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ പിഴവിന്റെ ആഴം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ, എത്ര വ്യക്തമാണ് ഈ ആളുകളുടെ വിശ്വാസം. സമസ്തയായാലും ദക്ഷിണയായാലും ഇവരെല്ലാം തന്നെ ഈ ഒരു അടിസ്ഥാന വിശ്വാസവും പേറി ജീവിക്കുന്ന ആളുകളാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിൻ്റെ നിരർത്ഥകത അതെത്രമാത്രം വലിയ പാതകമാണ് എന്ന് എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ അല്ലാഹു വിളിക്കാണ്, മുഴുവൻ ജനങ്ങളെയും അല്ലാഹു വിളിക്കാണ്. ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു, അല്ലാഹു അതാ ഒരു ഉദാഹരണം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഫസ്തമിഉ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നൽ ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ ലൻ യഖ്ലുഖു ദുബാബ, അവർ ഒരിക്കലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുന്നില്ല. ഇനി ആ വിളിച്ചു തേടുന്ന മുഴുവൻ ആളുകളും ഒന്നിച്ചാൽ പോലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ, അല്ലേ? ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല, അല്ലെ? ഈ വിളിച്ചു തേടുന്ന മഹാന്മാരായ അമ്പിയാക്കളാണെങ്കിലും മഹാന്മാരായ ഔലിയാക്കളാണെങ്കിലും അതുപോലെ തന്നെ ബദരീങ്ങളാണെങ്കിലും അതുപോലെ തന്നെ CM മടവൂരാണെങ്കിലും ഏർവാടിയിലെ മഹാനാണെങ്കിലും അജ്മീറിലെ മഹാനാണെങ്കിലും കൊന്താലം ബാവയാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹുവിന് പുറമെ പ്രതീക്ഷ വെക്കുന്ന, അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന, അള്ളാഹുവിന് പുറമെ നിങ്ങളെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്തവരാണ്. അവരൊരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്ത ആളുകളാണ്. സഹോദരങ്ങളെ, ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്ത ആളുകളോടാണോ നമ്മൾ മക്കളില്ലാതെയാകുമ്പോൾ മക്കളെ തേടി ചെല്ലുന്നത്? ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്ത ആളുകളോടാണോ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ പോയി പറയുന്നതും? ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്ത ഈ ആളുകളോടാണോ നമ്മൾ നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിക്കുന്നത്? അവരിലാണോ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത്? നമ്മുടെ യാത്രയെ, നമ്മുടെ സഞ്ചാര വാഹനത്തെ നമ്മൾ ഏൽപ്പിക്കുന്നത് ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ ശേഷിയില്ലാത്ത ഈ ഭാവയിലും അതുപോലെയുള്ള ആളുകളിലുമാണോ? എന്ത് നിരർത്ഥകമായ കാര്യമാണ് സഹോദരങ്ങളെ. ഈ ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന, ഈ ലോകത്തെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന, മനുഷ്യനെ പടച്ച, മൃഗങ്ങളെ പടച്ച, പക്ഷികളെ പടച്ച, നമുക്ക് കാണാൻ കഴിയാത്തതും കഴിയുന്നതുമായ സകല സൃഷ്ടിജാലങ്ങളെയും പടച്ച, അവക്കുള്ള റിസ്ഖ് നൽകുന്ന, അവയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹ്, ആ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ആ റബ്ബിനോട് മാത്രം ദുആ ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ അതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചാൽ എന്താണ് സംഭവിക്കുക? അതിനെതിരെ പ്രവർത്തിച്ചാൽ അത് ശിർക്കാണ്,
അത് ശിർക്കാണ്, അത് വലിയ പാതകമാണ്, നിത്യനരകം നേടിത്തരുന്ന കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച്, അല്ലാഹുവല്ലാത്തവരോട് തേടുന്ന, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്ന, അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് നൽകുന്ന ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ അശ്റകൂ, അല്ലാഹു പറയാണ് വലൗ അശ്റകൂ, അംബിയാഇന്റെ പേരിങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ട് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ അംബിയാക്കളുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, വലൗ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ. ആരെക്കുറിച്ചാണ് പറയുന്നത്? അംബിയാക്കളെ കുറിച്ച്. അവരെങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ ബാത്തിലായി പോകും, പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മഹാന്മാരായ അംബിയായിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞിട്ട്, മൂസാ നബിയെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ പോലും ശിർക്ക് ചെയ്താൽ, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവർ ചെയ്ത അമലുകൾ ബാത്തിലായി പോകും. ഇനി നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തിട്ട് അല്ലാഹു പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ള അമ്പിയാക്കൾക്കും വഹി നൽകപ്പെട്ടിരിക്കുന്നു. ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ. ആ വാക്യത്തിന്റെ, അള്ളാഹുവിന്റെ ആ വാചകത്തിന്റെ ഗൗരവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ലഇൻ അശ്റക്ത, നബിയെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമൽ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്പിയാക്കളോട് ഇങ്ങനെ അല്ലാഹു പറഞ്ഞെങ്കിൽ, നമ്മൾ അമലുകൾ ചെയ്താൽ, നമ്മൾ എത്ര അമൽ ചെയ്താലും, എത്ര സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും, എത്ര നോമ്പുകൾ നമ്മൾ നോറ്റാലും, എത്ര ഹജ്ജ് നമ്മൾ ചെയ്താലും, എത്ര ഉംറ നമ്മൾ നിർവഹിച്ചാലും, എത്ര സ്വദഖ നമ്മൾ കൂമ്പാരമായി സ്വദഖ കൊടുത്താലും, നമ്മൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചാലും, നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും, എന്തൊക്കെ തന്നെ ഇബാദത്തുകൾ ചെയ്താലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഇബാദത്തും ശിർക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ശിർക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്ന, അല്ലാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യുന്ന ശിർക്ക്, ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. സഹോദരങ്ങൾ, എത്ര ഗൗരവമാണ്, എത്ര ഗൗരവമാണ് ശിർക്ക് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൽ നിസായിലാണ് അല്ലാഹു പറയുന്നത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല, അല്ലാഹു പൊറുക്കൂല, അവനിൽ പങ്കു ചേർക്കുന്നതിന് അല്ലാഹു പൊറുക്കൂല. അതല്ലാത്തത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസായിലൂടെ രണ്ടായത്തിൽ, സമാന ആശയം വരുന്ന രണ്ടായത്തിൽ, സൂറത്തുൽ നിസായിൽ തന്നെ രണ്ടായത്തുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ആവർത്തിച്ച് പറയാണ്, അല്ലാഹു എന്തു പൊറുത്താലും, ഏത് പാപം അല്ലാഹു പൊറുത്താലും ഇതല്ലാഹു പൊറുക്കൂലാന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കഴിഞ്ഞില്ല, അല്ലാഹു വീണ്ടും പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. സ്വർഗം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ റമദാൻ മാസം വരുമ്പോൾ ഒരു പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്നത്, ഒരു അവസരങ്ങൾ ഉണ്ടായിട്ടും സന്ദർഭമുണ്ടായിട്ടും ആരും നമ്മെ നോക്കാനില്ലെങ്കിലും, അല്ലെ, ആര് നമ്മളെ നോക്കാനില്ലെങ്കിലും, ഭക്ഷണം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും വെള്ളം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും, ശക്തമായ വിശപ്പുള്ളപ്പോഴും ശക്തമായ തൊണ്ട കത്തുന്ന ദാഹമുള്ളപ്പോഴും ഒരിറക്ക് വെള്ളം കുടിക്കാതെ നമ്മൾ എന്തിനാണ് ക്ഷമ പാലിച്ചത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് ക്ഷമ പാലിച്ചത്? അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി,
നാളെ സ്വർഗത്തിൽ ചെല്ലണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് അവിടെ ചെന്നിട്ട് കാണണമെന്ന ചിന്തയിലല്ലേ നമ്മളത് ചെയ്തത്? അല്ലേ? ഹറാമുകൾക്ക് അവസരമുണ്ടായിട്ടും വൈകാരികമായ മോഹങ്ങൾ ഉണ്ടായിട്ടും ഹറാമിലേക്ക് കടക്കാതെ സ്വന്തത്തെ നിയന്ത്രിച്ച് നമ്മൾ നിർത്തിയത് എന്തിനു വേണ്ടിയാണ്? അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നമ്മെ മാടി വിളിച്ചപ്പോഴും നമ്മൾ അതിലേക്ക് കടക്കാതെ എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മൾ അതിൽ നിന്ന് പിന്മാറി നിന്നത്? അല്ലേ? വലിയ സാമ്പത്തിക പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും പലിശക്കെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടും പലിശയിലേക്ക് ചെല്ലാതെ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നത് എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊഴിവാക്കിക്കൊണ്ട് ആരാരെ നമ്മെ കാണാനില്ലെങ്കിലും തണുപ്പത്ത് ഉദു ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്തത്, റുക്കൂ ചെയ്തതും എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചാണ്, അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചാണ്. സ്വർഗത്തിൽ ചെല്ലണം, റബ്ബിനെ കാണണം, അവന്റെ കാരുണ്യത്തോടുകൂടെയുള്ള നോട്ടം കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് നമ്മളത് ചെയ്തത്. എന്നാൽ നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ശിർക്ക് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് നൽകുന്ന അവസ്ഥയുണ്ടായാൽ, അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾ അതെത്ര മഹാന്മാരായാലും അമ്പിയാക്കളാണെങ്കിലും പരിശുദ്ധരിൽ പരിശുദ്ധരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും ഖലീലുല്ലാഹി ഹബീബുല്ലാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിലും മഹാന്മാരായ ഔലിയാക്കൾക്കാണെങ്കിലും എത്ര മഹാന്മാരാണെങ്കിലും സഹോദരങ്ങളെ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത്, അല്ലാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ എന്തൊക്കെ അമലുകൾ നമ്മൾ ചെയ്താലും ഇല്ല സഹോദരങ്ങളെ, അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുമെന്നുള്ളതാണ്. ഏത് തിന്മ സംഭവിച്ചാലും ആ തിന്മയുടെ ശിക്ഷ കഴിഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് സ്വർഗം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇല്ല സഹോദരങ്ങളെ, സ്വർഗം പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അല്ലാഹു പറയുന്നു, ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിർക്ക് എന്ന് പറയുന്നത് ഏറെ ഗൗരവമുള്ള വിഷയമാണ് ശിർക്ക്. നമുക്ക് നമ്മുടെ അമലുകൾ മുഴുവൻ പൊളിച്ചു കളയുന്ന, നമ്മുടെ ലക്ഷ്യമായ സ്വർഗം നമുക്ക് നിഷിദ്ധമാക്കുന്ന, നരകത്തിൽ നിത്യവാസിയായി കിടക്കാൻ കാരണമാകുന്ന മഹാപാതകമാണ് വ്യഭിചരിക്കുന്നതിനേക്കാൾ, കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം, ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപം, ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്ദികേട്, ഏറ്റവും വലിയ വൃത്തികേട് അത് അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകലാണ്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടലാണ്, അല്ലാഹു അല്ലാത്തവരോട് ആവശ്യങ്ങളും വേവലാതികളും പറയലാണ്, അല്ലാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സ്വർഗം നിഷിദ്ധമാക്കുന്ന കാര്യമാണ്, ഏറ്റവും വലിയ അക്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് വലിയ അക്രമമാണ്. അള്ളാഹു പറയുന്നു വലിയ അക്രമം അത് ശിർക്കാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശിർക്കിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം താക്കീത് നൽകപ്പെടുന്നുണ്ട്, എന്തൊക്കെ വിഷയങ്ങളാണ് പാതിരാക്ക് വലിയ ഈണത്തിലും രാഗത്തിലുമൊക്കെ വാല് ചെയ്യപ്പെടുന്നത് അല്ലെ? എന്തൊക്കെ വിഷയത്തിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്, പ്രഭാഷകർ ഇങ്ങനെ നടക്കാണ് അല്ലെ? എന്തൊക്കെ വിഷയത്തിൽ, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സകല വിഷയത്തിലും ഈ ആളുകൾ സംസാരിക്കുന്നു.
സംസാരിക്കും. നമ്മുടെ മദ്രസയിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ നമ്മൾ തന്നെ പഠിച്ച മദ്രസകൾ, നമ്മൾ എന്താ പഠിച്ചത് അല്ലെ? പല വിഷയത്തിലും ഇല്ലാത്ത കാര്യങ്ങൾ എത്രയാണ് വിശദീകരിച്ച് നമ്മൾ പഠിച്ചത്, എത്ര നമ്മൾ വിശദീകരിച്ച് പഠിച്ചു. എന്നാൽ ഒരു മനുഷ്യന്റെ സ്വർഗം തീരുമാനിക്കപ്പെടുന്ന, ഒരു മനുഷ്യൻ നിത്യനരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഏറെ ഗൗരവമുള്ള ശിർക്കിന്റെയും തൗഹീദിന്റെയും വിഷയം എത്രയാണ് നമ്മൾ പഠിച്ചത് സഹോദരങ്ങളെ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നമ്മൾ പഠിച്ചത്? എത്രയാണ് നമ്മൾ പഠിച്ചത്? എത്രയാണ് ഈ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്നവർ, ദഅവത്ത് ചെയ്യുന്നവർ, ഈ സമൂഹത്തിനെ ഉപദേശിക്കുന്ന ആളുകൾ എത്രയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇല്ല സഹോദരങ്ങളെ, നമുക്ക് കേൾക്കാൻ പോലും സാധിക്കൂല. ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ മസ്ജിദുകളിൽ നിന്നോ അതുപോലെ തന്നെ നമ്മുടെ പ്രഭാഷണ സദസ്സുകളിൽ നിന്ന് കേൾക്കാൻ പോലും സാധിക്കൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വിഷയം പറയുന്നതിന് മുമ്പും നമ്മൾ ക്ഷണിക്കേണ്ടതോ നമ്മൾ പറയേണ്ടതോ നമ്മൾ താക്കീത് കൊടുക്കേണ്ടതോ ശിർക്കിന്റെ വിഷയമാണ്. കാരണം അത് നിത്യനരകവും സ്വർഗവും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അക്രമമാണ് എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തിനേക്കാളും പ്രഥമമായി നമ്മൾ പരിഗണിക്കേണ്ട വിഷയം ഈ വിഷയം തന്നെയാണ് സഹോദരങ്ങളെ. നമ്മൾ ഈ സമൂഹത്തെ ഈ വിഷയത്തെക്കുറിച്ച് താക്കീത് കൊടുക്കണം. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ കഴിയുന്ന രൂപത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ, വലിയ പ്രയാസങ്ങൾ ചിലപ്പോ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ എതിർപ്പുകൾ, പരിഹാസങ്ങൾ ആ സമൂഹത്തിന്റെ കയ്യിൽ നിന്ന്, അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നേക്കാം, അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരോടുള്ള നസീഹത്തോടുകൂടെ, അവരോടുള്ള ഗുണകാംക്ഷയോടുകൂടെ നിത്യനരകം എൻ്റെ അടുത്ത് ജീവിക്കുന്ന എൻ്റെ അയൽവാസികൾ, ഞാൻ ഇടപെടുന്ന, ഞാൻ സംസാരിക്കുന്ന, ഞാൻ ഇടപാടുകൾ നടത്തുന്ന, ഞാൻ നിത്യവും കാണുന്ന എൻ്റെ മുമ്പിലുള്ള ഈ സമൂഹം അവർ നിത്യനരകത്തിലേക്ക് പോകുന്നവരാവരുത്. അവർ അമലുകൾ പൊളിഞ്ഞു പോകുന്നവരാകരുത്. നരകത്തിൽ നിത്യവാസികളായി ജീവിക്കുന്നവരാകരുത്. സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടവർ ആയി മാറരുത്. നരകത്തിന്റെ അവകാശികളായി മാറരുത് എന്ന ചിന്തയോടുകൂടെ കഴിയുന്ന രൂപത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിന് തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് സേവനം ചെയ്ത ഒരു ജൂതബാലൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, വലിയ രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജൂതബാലന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. തൗഹീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി തന്റെ പിതാവിനെ നോക്കുന്നു. പിതാവ് പറയുന്നു, അബുൽ ഖാസിം, നീ അബുൽ ഖാസിമിനെ, റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നീ അനുസരിച്ചോളൂ, ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ ജൂത ബാലൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാം സ്വീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് തിരിച്ച് നടക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞ വാചകം മഹാന്മാരായ സഹാബത്ത് നമുക്ക് പറഞ്ഞു തന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ, അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ, നരകത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരനെ രക്ഷിച്ച അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. സഹോദരങ്ങളെ, ഈ ഒരു നസീഹ, ഈ ഒരു ഗുണകാംക്ഷ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ഇടപഴകുന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ അയൽവാസികൾ, അവർ നിത്യനരകത്തിന്റെ അവകാശികളാകരുത്. അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ചിന്തിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചു നോക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. കഴിയുന്ന രൂപത്തിൽ ക്ലാസുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ട്, തൗഹീദിന്റെ സംസാരങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട്, മഹാന്മാരായ ഉലമാക്കൾ തൗഹീദിന്റെ വിഷയത്തിൽ നമുക്ക് ബാക്കി വെച്ച
ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ പഠിച്ചതും നമുക്ക് ഉറപ്പുള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ സംസാരിക്കുന്ന തൗഹീദ് സംസാരിക്കുന്ന സദസ്സുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എങ്ങനെയാണോ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഈ സമൂഹത്തിന് തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ റസൂലിനെ നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തൗഹീദ് എത്തിക്കുന്ന വിഷയത്തിൽ എത്രയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്യാഗം സഹിച്ചത്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദാ റഅൗക ഇയത്തഖിദൂനക ഇല്ലാ ഹുസ്വ. റസൂലിനോട് അള്ളാഹു പറയാണ്, അള്ളാഹു സമാധാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കൾ അവർ കണ്ടാൽ, താങ്കളുടെ പ്രബോധിത സമൂഹം താങ്കളെ ആ മുശ്രിക്കുകളായ ആളുകൾ കണ്ടാൽ ഇയത്തഖിദൂനക ഇല്ലാ ഹുസ്വ, കാണുമ്പോൾ താങ്കൾ അവർ പരിഹസിക്കുന്നുണ്ട്. അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം നിന്ദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, അള്ളാഹു റസൂലായിട്ട് അയച്ചത് ഇവനെയാണോ അള്ളാഹു റസൂലായിട്ട് അയച്ചത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം നിന്ദിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് അവിടുത്തെ വ്യക്തിത്വത്തെ അപമാനിച്ചുകൊണ്ട് മുശ്രിക്കുകളായ ആളുകൾ സംസാരിച്ചു എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്നതമായ തറവാട്ടിൽ ജനിച്ച ആളാണ്. ഉന്നതമായ കുലമഹിമ ആ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ഉള്ള വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വർഷക്കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് വരെ 40 വർഷക്കാലം എല്ലാവർക്കും സമ്മതനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അമീൻ, വിശ്വസ്തൻ എന്ന് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിധി തേടി ആളുകൾ ചെന്നിരുന്നു. അത്രയും ആളുകൾ ആദരിച്ചിരുന്ന, ആളുകൾക്ക് വിശ്വാസമുള്ള ആളായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇബാദത്ത് അല്ലാഹുവിന് മാത്രം, അല്ലാഹുവിനോട് മാത്രം ദുആ, ഒരു ജാറത്തിലേക്കും പോകേണ്ടതില്ല, ഒരു മഖ്ബറയിലേക്കും പോകേണ്ടതില്ല, ഒരു വിഗ്രഹത്തിനോടും തേടേണ്ടതില്ല, ഒരു ഔലിയാക്കളെയും വിളിക്കേണ്ടതില്ല, ഒരു അമ്പിയാക്കളെയും വിളിക്കേണ്ടതില്ല. ദുആ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു മാത്രം മതിയായവനാണ് എന്ന ദീനിന്റെ ആശയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ, അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ ആളുകൾ പറയാണ്, മുശ്രിക്കുകളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ താറടിച്ചുകൊണ്ട് പറയുന്നു, അഹാദല്ലദീ ബഅസല്ലാഹു റസൂല. ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആ നിന്ദ്യതയുടെ ആഴം നോക്കൂ സഹോദരങ്ങളെ. ഇവനെയാണോ അള്ളാഹു റസൂലായിട്ട് അയച്ചത് എന്ന് ചോദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇവർ അപഹസിച്ചു. അള്ളാഹു വീണ്ടും പറയുന്നു, ഈ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞ വാചകം അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ ലതാരികു ആലിഹതിന ലിശാഇരിൻ മജ്നൂൻ. ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടി, റസൂലിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്, ഒരു ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ ഞങ്ങൾ ഒഴിവാക്കണോ എന്ന് മുശ്രിക്കുകളായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്പിയാക്കൾ, ഞങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഔലിയാക്കൾ, ഞങ്ങൾ ദുആ ചെയ്യുന്ന, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാണ്, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ ദുആ ചെയ്യുന്ന, ഞങ്ങൾ തവക്കുൽ ചെയ്യുന്ന ഈ ആലിഹത്തുകൾ, ഈ ആരാധ്യരായ ആളുകൾ, ഈ ഔലിയാക്കൾ, അമ്പിയാക്കൾ, ഒരു ഭ്രാന്തനായ ആൾക്ക് വേണ്ടി റസൂലിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ്. ഭ്രാന്തനായൊരു കവിക്ക് വേണ്ടി ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആലിഹത്തുകളെ ഒഴിവാക്കണോ എന്ന് അവർ ചോദിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അവർ വീണ്ടും പറഞ്ഞു, വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കസ്സാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞത് എന്താണ്? ഈ സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞത് എന്താണ്? ഹാദാ സാഹിറുൻ കസ്സാബ്, പെരുങ്കള്ളനായ സാഹിറാണ്, മാരണക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്
ഈ ആളുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ കാണാൻ സാധിക്കും മസ്ഹൂർ, സിഹർ ബാധിച്ചവൻ. നിന്ദിക്കുന്നത് നോക്കൂ സഹോദരങ്ങൾ. സിഹർ ചെയ്യുന്നവനാണെന്ന് ഒരിക്കൽ പറയുന്നു, സിഹർ ബാധിച്ചവനാണ് എന്നൊരിക്കൽ പറയുന്നു. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ ആളുകൾ പറഞ്ഞു. എത്ര നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ചിട്ടുണ്ടാകും ഈ പരിഹാസം? എത്രയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ മാത്രമല്ല, ഈ തൗഹീദിന്റെ ദൗത്യവുമായി ഏതൊക്കെ മുർസലീങ്ങൾ അയക്കപ്പെട്ടുവോ അവരെല്ലാവരും ഇതനുഭവിച്ചവരാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിൻ റസൂലിൻ ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. ഏതൊക്കെ മുർസലീങ്ങളെ അയച്ചിട്ടുണ്ടോ അവരോടെല്ലാവരോടും അവരുടെ പ്രബോധിത സമൂഹം പറഞ്ഞതാണ്, ഒന്നില്ലെങ്കിൽ സാഹിർ, ഈ വന്ന ആളുകളൊക്കെ ആരാണ്? മാരണക്കാരാണ്, അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന വിളി കേൾത്തവരാണ്, വിളി കേൾക്കേണ്ടി വന്നവരാണ് മുർസലീങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹാസങ്ങൾ കേട്ടു എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ശാരീരികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ആളുകൾ പ്രയാസപ്പെടുത്തി എന്നുള്ളതാണ്. കഅബയുടെ ചാരത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, കഅബയുടെ ചാരത്ത് അവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ കിടക്കുന്ന തുണി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ചുറ്റി അവിടുത്തെ പ്രയാസപ്പെടുത്തുകയാണ്. തുണി കഴുത്തിലിട്ട് വരിഞ്ഞു മുറുക്കി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിക്കുന്നു. ശാരീരികമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള, നമുക്കറിയുന്ന, നമ്മൾ ജീവിച്ച 40 വർഷക്കാലം നമ്മൾ ഇടപഴകി ജീവിച്ച, നമ്മൾ ഇടപാടുകൾ നടത്തിയ, നമ്മളെ ആദരിച്ച, നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറിയ, നമ്മളോട് നല്ല രൂപത്തിൽ പെരുമാറിയ ഒരു വ്യക്തിവരാണ് നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്. എന്നിട്ട് നമ്മുടെ കഴുത്തിലേക്ക് തുണി ചുറ്റുന്നു. ആ ഒരു അനുഭവം, അതിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ വേദന, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിന് അനുഭവിക്കുന്ന വേദനക്കുപരി മാനസികമായി ഉണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെയ്ത വ്യക്തിയുടെ എന്ത് തെറ്റാണ് ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരോട് എന്ത് തെറ്റാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവരോട് പറഞ്ഞത്? അവരുടെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അവർ നരകത്തിലേക്ക് കടക്കരുത് എന്നാഗ്രഹിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുമ്പിൽ ഈ മനുഷ്യന്മാർ അപമാനിതരാകരുത് എന്നാഗ്രഹിച്ച്, ഈ ദുനിയാവിൽ പോലും ചൂഷണം ചെയ്യപ്പെടരുത് എന്നാഗ്രഹിച്ച്, അവരുടെ സ്വർഗത്തെ പ്രതീക്ഷിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക, നിങ്ങൾ അത് പ്രഖ്യാപിക്കുക, നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ആളുകൾ ഈ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് മുറിവേൽക്കുകയാണ്. മുഖത്ത്, അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ മുഖത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിവേറ്റിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള ചോരപ്പാടുകൾ കഴുകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ രൂപത്തിൽ ആശ്വസിപ്പിക്കുന്ന സന്ദർഭം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഹബീബിന് മുഖത്ത് മുറിവേറ്റത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുന്നാരമകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ മുറിവ് കണ്ട് നെഞ്ചു പൊട്ടിയത് എന്തിനു വേണ്ടിയാണ്?
എന്തിനു വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ തൗഹീദിന് വേണ്ടിയാണ്. ഈ തൗഹീദ് ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് അല്ലേ? നേരത്തെ പറഞ്ഞ ഹദീസില്ലേ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാർക്കറ്റിലൊക്കെ ചെന്ന് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നാണ്. ഒരു സഹാബി, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം താൻ മുശ്രിക്കായിരുന്ന സമയത്ത് അനുഭവം പറയാണ്. ഞാൻ മുശ്രിക്കായിരിക്കുന്ന സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട് ഈ മാർക്കറ്റിലൊക്കെ ചെന്ന്. എന്നാലോചിച്ച് നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഏൽപ്പിച്ച അവിടുത്തെ ദൗത്യത്തിലുള്ള ആത്മാർത്ഥത നോക്കൂ. മാർക്കറ്റിലൊക്കെ ചെന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാണ്, ജനങ്ങളെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പറയാണ്, ഒറ്റയ്ക്ക് നിന്ന് ആളുകളോട് പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ നിങ്ങൾക്ക് വിജയിക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ നിങ്ങൾക്ക് വിജയിക്കാം എന്നിങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്. ആ വ്യക്തിക്ക് പിന്നാലെ വേറൊരു വ്യക്തി, ആ മനുഷ്യൻ പോകുന്നിടത്തെല്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നിടത്തെല്ലാം പിന്നാലെ പിന്തുടർന്നുകൊണ്ട്, ആ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ട് കല്ലെറിയുന്നു, പ്രയാസപ്പെടുത്തുന്നു, ചീത്ത വിളിക്കുന്നു. അബൂലഹബായിരുന്നു അത്, അബൂലഹബാണ് അത് ചെയ്തത്. പിന്നാലെ പോയിക്കൊണ്ട് കല്ലെറിയുന്നു, പ്രയാസപ്പെടുത്തുന്നു. എന്തിൻ്റെ പേര്? ആര് ഈ അബൂലഹബ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ സഹോദരൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രക്തം, പിതാവിൻ്റെ സഹോദരനായ അബൂലഹബ്. ആ അപമാനത്തിൻ്റെ ആഴൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. പരസ്യമായി കല്ലെറിയപ്പെടാം. നമുക്കിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എളുപ്പമാണ്, കല്ലെറിഞ്ഞു, രക്തമൊലിച്ചു. നാലോചിച്ചു പരസ്യമായിട്ട് കല്ലെറിഞ്ഞ് അപമാനിക്കാം, ശരീരത്തിൽ നിന്ന് രക്തമൊലിപ്പിക്കാം. അത് തുടച്ചുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും അവിടുത്തെ ദൗത്യം അവിടുന്ന് നിർവഹിക്കുന്നു. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹത. ദുആ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് മാത്രം, നേർച്ച അർപ്പിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിൽ മാത്രമാണ് പ്രതീക്ഷ വേണ്ടത്, അള്ളാഹുവിൽ മാത്രമാണ് തവക്കുൽ വേണ്ടത്. ഒരു ജാറത്തിലേക്കും പോകേണ്ടതില്ല, ഒരു വിഗ്രഹത്തിന്റെ അടുക്കലേക്കും പോകേണ്ടതില്ല, അമ്പിയാക്കളെ വിളിക്കേണ്ട, ഔലിയാക്കളെ വിളിക്കേണ്ട. ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം പറയുക, ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സമർപ്പിക്കുക എന്ന ആശയം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. ആ റസൂലിനെ നേതാവായി അംഗീകരിക്കുന്നവരും നേതാവാണ് എന്നതിൽ അഭിമാനിക്കുന്നവരുമാണ് നമ്മൾ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ച ഈ ദൗത്യം എന്തിനേക്കാളുമേറെ പ്രാധാന്യം നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് നിർവഹിച്ച ഈ ദൗത്യം നമ്മളും നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിവിൽ ഒതുങ്ങി നിന്ന്, നമ്മുടെ അറിവിൽ ഒതുങ്ങി നിന്ന് കഴിയുന്ന രൂപത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകത്തോടുണ്ടായിരുന്ന മനസാക്ഷി, ഗുണകാംക്ഷ സഹോദരങ്ങളെ നമുക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബം, അവരൊന്നും നിത്യനരകത്തിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ അവർക്കൊന്നും ഉണ്ടാകരുത് എന്ന അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ ജൂദബാലൻ കലിമ ചൊല്ലിയപ്പോൾ അല്ലാഹുവേ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ അവനെ രക്ഷിച്ച റബ്ബേ നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണകാംക്ഷ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. കഴിയുന്ന പോലെ തൗഹീദ് നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടതുണ്ട്. ഈ കൊന്താലപ്പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടായിരിക്കും പോകുന്നത്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖാലിഖായി അംഗീകരിക്കുന്നവരായിരിക്കും. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തെ പടച്ചതെന്നും നിയന്ത്രിക്കുന്നത് എന്നും വിശ്വസിക്കുന്നവരായിരിക്കും. പക്ഷേ ഇബാദത്ത്, ദുആ ആകുന്ന ഇബാദത്ത്, പ്രതീക്ഷയാകുന്ന ഇബാദത്ത്, തവക്കുലാകുന്ന ഇബാദത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകണമെന്ന അറിവ്
ഒരുപക്ഷെ ആ മനുഷ്യന്മാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പറഞ്ഞു കൊടുക്കണം സഹോദരങ്ങളെ. അവരെ നയിക്കേണ്ട പണ്ഡിതന്മാർ, അവർക്ക് നല്ല മാർഗം പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ, അറിവുള്ള ആളുകൾ, അവർ ദുനിയാവിൻ്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, ദുനിയാവിൻ്റെ താൽക്കാലിക സുഖത്തിന് വേണ്ടി ഈ പാവപ്പെട്ട ആളുകളിൽ നിന്ന് ഈ ഹക്ക് മറച്ചു വെക്കുകയാണ് അല്ലേ? ജാറത്തിലെ വരുമാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ സമൂഹത്തിലെ സ്ഥാനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഹക്ക് പറയുന്നതിൽ നിന്ന് ഈ സമൂഹത്തെ നയിക്കേണ്ട പണ്ഡിതന്മാർ പിന്മാറി നിൽക്കുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതും വളരെ സജീവമായി നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊറ്റക്കാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. മഹാനായ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായ, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ധിക്കാരിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെയുണ്ട്, കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിങ്ങൾക്ക് കൂടെ ഞാനുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആ അമ്പിയാക്കളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, നമ്മളെ കണ്ടുകൊണ്ട്, നമ്മെ കേട്ടുകൊണ്ട് നമ്മുടെ റബ്ബുണ്ട്. ഒറ്റക്കായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിൻ്റെ കൈ നമ്മൾ പിടിക്കണം, ഈ സമൂഹത്തെ നന്മയിലേക്ക് നമ്മൾ നയിക്കണം, ഈ സമൂഹത്തിന് ഈ തൗഹീദിൻ്റെ വെളിച്ചം നമ്മൾ പകർന്നു കൊടുക്കണം. ഒരുപക്ഷെ അത് പകർന്നു കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടായേക്കാം. നമ്മളെ പരിഹസിച്ചേക്കാം, നമ്മളെ പീഡിപ്പിച്ചേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം, പല വാക്കുകളിൽ നമ്മളെ വിളിച്ചേക്കാം. ഇല്ല സഹോദരങ്ങൾ, അവിടെയെല്ലാം നമ്മുടെ റസൂൽ ക്ഷമ അവലംബിച്ചതുപോലെ, നമ്മുടെ റസൂൽ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചുകൊണ്ട് ഈ ദൗത്യത്തിൽ മുന്നേറാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കഴിയുന്നത് പോലെ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സംസാരത്തിൽ അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഫദ്ല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.